ഹലോ, ഒരുപാട് സന്തോഷം അതിലേറെ ദുഃഖവും തരുന്ന ഒരിടത്താണ് കേട്ടോ ഞങ്ങൾ നിൽക്കുന്നത്. പറഞ്ഞു തുടങ്ങും മുമ്പ് ആദ്യം എൻ്റെ അമ്മയോട് ഒരു നന്ദി പറയുവാണ് കേട്ടോ. കുറേ നാളത്തെ ആഗ്രഹമായിരുന്നു എനിക്ക് ഇങ്ങനൊരു സ്ഥലത്ത് പോകണമെന്നുള്ളത്. അതിനൊരു വഴി ഒരുക്കിയത് എൻ്റെ അമ്മയാണ് കേട്ടോ. ഞാനും അമ്മയും അച്ഛനും എല്ലാം കൂടപ്പിറപ്പുകൾ ചാരിറ്റി സൊസൈറ്റിയുടെ അംഗങ്ങളാണ്. അമ്മ കമ്മിറ്റി അംഗമാണ്. ഓണത്തിന് എല്ലാ വർഷവും ഒരു നേരത്തെ ആഹാരത്തിന് പോലും വഴിയില്ലാത്തവരെ കണ്ടെത്തി ഫുഡ് കൊടുക്കുന്ന ഒരു ഏർപ്പാടുണ്ട് കേട്ടോ. ഈ വർഷം എന്നാൽ ഇങ്ങനെ ഒരു പരിപാടി നടത്തിയാലോ എന്ന് അമ്മ കമ്മിറ്റിയിൽ പറഞ്ഞപ്പോൾ എല്ലാവരും അത് അക്സെപ്റ്റ് ചെയ്തു കേട്ടോ. അതുമാത്രമല്ല, ഒരു നോട്ടീസ് തയ്യാറാക്കുകയും മെമ്പേഴ്സിൻ്റെ കയ്യിൽ നിന്ന് ക്യാഷൊക്കെ അതിന് വേണ്ടിയിട്ടുള്ള ക്യാഷൊക്കെ അറേഞ്ച് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഞങ്ങൾ നിൽക്കുന്നത് വേറെ ഒരിടത്തുമല്ല, കാരുണ്യ ഗൈഡൻസ് സെൻറ്റർ കേശവദാസപുരത്താണ് കേട്ടോ. ഇവിടെ ചെറിയ കുഞ്ഞുങ്ങൾ മുതൽ പ്രായമായ അമ്മമാരും അച്ഛന്മാരും വരെ ഉണ്ട് കേട്ടോ. ഇവരുടെ ഒരു ബ്രാഞ്ച് കട്ടയിലുണ്ട്, ശ്രീകാര്യത്താണ് കേട്ടോ. അവിടെ വൃദ്ധരായവർ മാത്രമാണ് കേട്ടോ ഉള്ളത്. അവിടെയും ഒരിക്കൽ പോകണമെന്ന് ആഗ്രഹമുണ്ട്. അവിടെ ചെല്ലണമെന്ന് അവിടുത്തെ മെയിനായിട്ടുള്ള അനിലച്ചൻ പറയുകയും ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് അവിടെ പോവുകയും വേണം ഒരിക്കൽ. ഞങ്ങൾ ഏകദേശം കാരുണ്യയിലെത്തിയത് ഒരു 12:30-ക്കാണ് കേട്ടോ. ഞങ്ങൾ ബാക്കിയുള്ളവർ വരാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുമായിരുന്നു. കാര്യം എന്ന് വെച്ചാൽ ഞങ്ങൾ പൊതുവായിട്ടൊരു വണ്ടിയിലല്ല എല്ലാവരും പോയത്, അവരവരുടെ വാഹനങ്ങളിലാണ്. അപ്പോൾ പല സമയങ്ങളിലാണ് എത്തിയത്. എങ്കിലും 1 മണിക്ക് മുമ്പ് തന്നെ എല്ലാവരും എത്തി കേട്ടോ. അപ്പോൾ അവിടെ കാരുണ്യയിൽ 1 മണിക്ക് തന്നെ കൃത്യമായിട്ട് ഉച്ചഭക്ഷണത്തിന് മുമ്പ് ഒരു പ്രെയറുണ്ട്. ഞങ്ങൾക്ക് പ്രെയർ ഹാളിൽ അവർ ചെയറൊക്കെ അറേഞ്ച് ചെയ്ത് തന്ന ശേഷം അവർ പതിവ് പോലെ പ്രെയർ തുടങ്ങി കേട്ടോ. അവിടെ മെയിനായിട്ടുള്ള അച്ഛൻ്റെ പേര് തോമസ് എന്നാണ്. അദ്ദേഹത്തിന് അത്യാവശ്യമായി എവിടെയോ പോവേണ്ടി വന്നു. അതിനാൽ അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യത്തിൽ അനിലച്ചനാണ് ഞങ്ങൾക്ക് വേണ്ട സൗകര്യങ്ങളൊക്കെ ചെയ്തു തന്നത് കേട്ടോ. അനിലച്ചൻ അത് പ്രസംഗിക്കുകയും ചെയ്തു. ഞങ്ങൾ ചെന്നതിൽ ഒരുപാട് സന്തോഷമുണ്ട്. ഓൾഡ് ഏജ് ഹോമായ കട്ടയിലേ ഞങ്ങൾ ചെല്ലണമെന്ന് പറഞ്ഞു. അതിനുശേഷം ഞങ്ങൾ കൂടപ്പിറപ്പുകളുടെ അധ്യക്ഷനായ ക്രിസ്റ്റഫർ അങ്കിളിനെ ഒരു വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിച്ചു. അദ്ദേഹവും അവിടെ ചെല്ലുന്നതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ സജ്ജീകരിച്ചതും അവിടെ എത്തിയപ്പോഴുള്ള അനുഭവങ്ങളും ഒക്കെ പറഞ്ഞു. അതിനുശേഷം ക്രിസ്റ്റഫർ അങ്കിളുടെ വൈഫ് സെൽവി ആൻറ്റിയുടെ ഒരു എന്തു പറയാൻ മനസ്സലിയിക്കുന്ന ഒരു സോങ് ഉണ്ടായിരുന്നു കേട്ടോ. പൈതലാം യേശുവേന്ന് തുടങ്ങുന്ന ഗാനം. അത് കേട്ടവിടെ ഇരുന്ന എല്ലാവരും കരഞ്ഞുപോയ ഒരു നിമിഷം. യേശുവേ അതിനുശേഷം എൻ്റെ അമ്മയുടെ കുഞ്ഞമ്മ ഒരു 2 വാക്ക് സംസാരിച്ചു കേട്ടോ. ഇതിനൊക്കെ ശേഷം ഞങ്ങൾ ഒന്നിച്ച് ഫുഡ് കഴിക്കാനായിട്ട് പോയി കേട്ടോ. ഞങ്ങൾ ചെന്ന് ഒരു സദ്യ മാത്രമാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത്. പക്ഷേ അതിന് വേണ്ടിയിട്ടുള്ള അറേഞ്ച്മെൻറ്റ്സാണ് ഞങ്ങൾ ചെയ്തത്. പക്ഷേ അവർ അതിൻ്റെ കൂട്ടത്തിൽ ഒരു നോൺ വെജും കൂടി ഉൾപ്പെടുത്തി കേട്ടോ. ഒരു ചിക്കൻ കറിയും കൂടി ഉൾപ്പെടുത്തി. നല്ല സദ്യ ആയിരുന്നു. മനസ്സറിഞ്ഞ് എല്ലാവരും കഴിക്കുന്നത് മാത്രമല്ല, ഞങ്ങൾക്ക് വിളമ്പി കൊടുക്കാനും കൂടി ഒരു അവസരം കിട്ടി. ശരിക്കും പറഞ്ഞാൽ ഫുഡ് കൊടുക്കുന്നതിലല്ലോ, അത് വിളമ്പി കൊടുക്കുമ്പോഴാണ് കുറച്ചും കൂടി ഒരു സന്തോഷം കിട്ടുന്നത് മനസ്സിന്. പിന്നെ അത് മാത്രമല്ല, അവിടെ ചെന്ന സമയം മുതൽ 2 വയസ്സ് മുതലുള്ള കുഞ്ഞുങ്ങളെ ഞങ്ങൾക്ക് അവിടെ കാണാനിടയായി. പലരും പല സിറ്റുവേഷനിൽ നിൽക്കുന്ന ആൾക്കാരായിരുന്നു കേട്ടോ. അതാ ഞാൻ പറഞ്ഞത്, ഒരു രീതിയിൽ സന്തോഷം ഉണ്ടായിരുന്നു, ഒരു രീതിയിൽ സങ്കടം ഉണ്ടായിരുന്നു. അവിടെ കണ്ണ് നിറയാതെ കാണാൻ പറ്റിയ ഒരു സ്ഥലം പോലും അവിടെ ബാക്കിയില്ലായിരുന്നു. എൻ്റെ കുഞ്ഞ് അവിടെ കളിച്ചുകൊണ്ട് നിന്നപ്പോൾ ഒരു ചേച്ചി വന്നിട്ട് ഒരു ചേട്ടനെ കാണാൻ പോകുമോ എന്ന് ചോദിച്ചപ്പോഴേക്കും കുഞ്ഞ് ഈ കളിയിൽ ഏർപ്പെട്ട് നിൽക്കുന്ന എനിക്കെന്തോ തോന്നി, കാണാൻ പറ്റാത്ത ഒരു സിറ്റുവേഷനിലാണോ, അല്ലെങ്കിൽ ഞങ്ങൾ നിൽക്കുന്ന ആ ഒരു സിറ്റുവേഷനിലേക്ക് വരാൻ പറ്റാത്തൊരു സാഹചര്യത്തിലാണോ അവരുടെ മകൻ എന്ന് തോന്നിയപ്പോൾ ഞാൻ എൻ്റെ കുഞ്ഞിനെ എടുത്ത് അവരുടെ പുറകെ പോയി കേട്ടോ. അവർ ഫുഡും എടുത്താൽ പോകുന്നത്. അപ്പോൾ ഞാൻ ചോദിച്ചു, കുഞ്ഞെന്താ ഇങ്ങോട്ട് വരാത്തതെന്ന് ചോദിച്ചു. അപ്പോൾ ഞാൻ ചെറിയ കുഞ്ഞിനെ പ്രതീക്ഷിച്ചത്. അപ്പോൾ എന്നോട് പറഞ്ഞു, കുഞ്ഞിൻ്റെ ഒരു കാല് മുറിച്ചേക്കുവാന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, പുറത്ത് നിന്നേ കാണാൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു. അപ്പോൾ എനിക്ക് തോന്നി, സാരമില്ല, ഞാൻ പുറത്ത് നിന്ന് കണ്ടോളാമെന്ന് പറഞ്ഞു. അതിനായിട്ടൊരു പ്രത്യേക സെക്ഷൻ ഉണ്ടായിരുന്നു അവിടെ. ഒട്ടും എഴുന്നേറ്റ് നടക്കാൻ പറ്റാത്തവർ, ഇങ്ങനെ കാല് മുറിച്ച് അങ്ങനെ കുറച്ച് അംഗവൈകല്യങ്ങളും പിന്നെ ക്യാൻസർ പേഷ്യൻസ് ആയിട്ടുള്ളവരെ പ്രത്യേകം ഇൻഫെക്ഷൻസ് ഒന്നും വരാതെ പ്രത്യേക ഒരു സെക്ഷനിൽ കിടത്തിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിൻ്റെ പുറത്ത് ഞാനും വാവയും ഹസ്ബൻഡും ഞങ്ങൾ ഫ്രണ്ട്സും അച്ഛനും ഞങ്ങളെല്ലാവരും കൂടി പോയി പുറമേ നിന്നിട്ട് അവരുടെ മകനെ
കാണുവാണ്. അപ്പോൾ അവർ ഡോറ് തുറന്നിട്ട്, ഇച്ചിരി അകലത്തിലാണ്, ഒരു ഇരുട്ട് പോലെയാണ് കാണുന്നത്. അവർ ഡോറ് തുറന്നിട്ട് ഇങ്ങനെ മോനോട് പറഞ്ഞു, ദേ മോനെ നിന്നെ കാണാനായിട്ട് വന്നേക്കുവാന്ന്. അപ്പോഴാണ് ഞാൻ കാണുന്നത് വലിയ മകനാണ്, ഡിഗ്രിക്ക് പഠിച്ചുകൊണ്ടിരുന്നതാണ്. അപ്പം ഡിഗ്രിയുടെ ലാസ്റ്റ് ഫൈനൽ എക്സാം എഴുതുന്നതിന് മുന്നേ ആയിരുന്നു ഈ കാല് മുറിക്കലും മറ്റു കാര്യങ്ങളൊക്കെ. അപ്പോൾ എൻ്റെ കുഞ്ഞ് കണ്ടപാടെ, ആ മോനെ കണ്ടപാടെ ചേട്ടാ ചേട്ടാ എന്നൊക്കെ പറഞ്ഞ് വിളിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ആ കുഞ്ഞിന് ഭയങ്കര സന്തോഷമായി. അവനിങ്ങനെ കൈയൊക്കെ എടുത്ത് കാണിച്ച് ടാറ്റയൊക്കെ പറഞ്ഞ് കുഞ്ഞിന് ഉമ്മ കൊടുത്തു, ഈവൻ ഫ്ലൈയിങ് കിസ്സൊക്കെ കൊടുത്തു മോൻ. അപ്പോൾ തിരികെ വന്നപ്പോഴാണ് ഡീറ്റെയിലായിട്ട് കാര്യങ്ങളൊക്കെ പറഞ്ഞത്. ഒന്നും നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവരൊക്കെ പറയുന്നത് കുറച്ച് നേരം മാത്രമേ നമ്മുടെ മൈൻഡിലോട്ട് കയറുള്ളൂ. ബാക്കിയെല്ലാം നമ്മൾ എന്തോ പറയാനായിട്ട് ബ്ലാങ്ക് ആയിപ്പോവും. മൊത്തത്തിൽ ഇങ്ങനെയും സിറ്റുവേഷൻസിലൊക്കെ ആൾക്കാരുണ്ടല്ലോ എന്ന് നമുക്ക് തോന്നിപ്പോവും. അത്രമാത്രം മൈൻഡ് ഔട്ടായിപ്പോവും നമ്മൾ അതിനകത്ത് കയറുമ്പോൾ. ചെന്ന് കയറുമ്പോഴേ ഇങ്ങനെ ഓരോരുത്തരെ കാണുമ്പോൾ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഓർഫൻസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമാണോ അതിനകത്ത് എന്ന് ഞാൻ ചിന്തിച്ചിരുന്നു. പക്ഷെ പല കാറ്റഗറിയിലുള്ള ആൾക്കാരുണ്ടായിരുന്നു. ഇന്നതൊന്നും പറഞ്ഞിട്ട് എടുത്ത് പറയാനില്ല, എല്ലാ തരത്തിൽപ്പെട്ട ആൾക്കാരും ഉണ്ട്. അപ്പം അവിടെ ഒരൊറ്റ കാഴ്ച നമുക്ക് കാണാൻ പറ്റില്ല, പരിഹാസം. നമുക്കിടയിലൊക്കെയുള്ള മെയിൻ ഇത് എന്ന് പറഞ്ഞാൽ എത്ര കിട്ടിയാലും മതിയാവില്ല, പിന്നെ മറ്റുള്ളവരെ പരിഹസിക്കുക, അങ്ങനത്തെയൊക്കെയുള്ള ഏർപ്പാടുകളുണ്ടല്ലോ. പക്ഷേ അങ്ങനെ ഒരു കാര്യമേ അതിനകത്ത് കാണാൻ പറ്റില്ല കേട്ടോ. കാര്യം എന്ന് വെച്ചാൽ എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും കണ്ണുകളിൽ നോക്കുമ്പോഴേക്കും അവരവരുടെ വിഷമം മാത്രമേ ഉണ്ടാവുകയുള്ളൂ പരസ്പരം ഷെയർ ചെയ്യാനായിട്ട്. അവർക്ക് ആകപ്പാടെ എന്നോട് പറഞ്ഞത്, അവർക്ക് ആകപ്പാടെ മക്കളുടെ മുന്നിൽ, അതായത് അസുഖങ്ങളായിട്ടുള്ള കുഞ്ഞുങ്ങളുടെ മുന്നിലിരുന്ന് അവർക്ക് കരയാനോ കണ്ണീരൊഴുക്കാനോ സാധിക്കാത്തതിനാൽ ആ പ്രെയർ ഹാളിൽ ചെന്നിരുന്നാണ് ഞങ്ങളുടെ ദുഃഖങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതെന്നാണ് പറഞ്ഞത്. ഇതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് എന്തെങ്കിലുമൊക്കെ ഒരു, ഇപ്പോൾ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ മുഖത്തൊരു ചെറിയൊരു മുഖക്കുരു വന്നാൽ തന്നെ അയ്യോ മുഖക്കുരു വരുന്നു, കറുത്ത പാട് വരുന്നു എന്നൊക്കെ പറഞ്ഞ് വേദനിക്കുന്നവരാണ്. ഇതൊന്നും അല്ല. ശരിക്കും പറഞ്ഞാൽ നമ്മളിങ്ങനെയുള്ള ഒരിടം ജീവിതത്തിൽ നമ്മൾ മരിക്കുന്നതിന് മുൻപ്, നമുക്കൊരു മരണമുണ്ട്, അതിന് മുൻപ് നമ്മളിങ്ങനെയുള്ള ഒരു സ്ഥലത്ത് പോയിരിക്കണം. അങ്ങനെയുള്ള ആൾക്കാരെ നമ്മൾ കണ്ടിരിക്കണം. അപ്പോഴേ നമ്മുടെ മനസ്സിൽ നമുക്കുള്ള ആ ഒരു എന്താ പറയാനായിട്ട്, നമുക്കുള്ള ആ ഒരു വേദനയും അനാവശ്യമായിട്ടുള്ള വേദനകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ മറക്കണമെങ്കിൽ ഇങ്ങനെ ഒരിടത്ത് പോയിരിക്കണം. അതിനുശേഷം അവരുടെ കൂടെ ഫുഡൊക്കെ കഴിച്ച ശേഷം ഞങ്ങൾ കുറേ നേരം അവരുമായിട്ടൊക്കെ സംസാരിച്ചു. ഓരോ ഫാമിലിയോടും പോയി സംസാരിച്ചു. ഓരോ ഫാമിലിയുടെയും അവർക്ക് പറയാനുള്ള കാര്യങ്ങളൊക്കെ സമാധാനത്തോടെ കേട്ടു. അപ്പം ഞങ്ങളെല്ലാവരും ഓണത്തിൻ്റെ ആ ഒരു ടൈമിൽ പോയതുകൊണ്ട് തന്നെ ഞങ്ങളെല്ലാവരും നേരിയതായിരുന്നു. അപ്പം നിങ്ങളെല്ലാവരും കാണാൻ നല്ല രസമുണ്ട് കേട്ടോ, നിങ്ങളെല്ലാവരും ഇങ്ങനെ ഒത്തുകൂടിയത് നല്ല ഭംഗിയുണ്ട്, ഇങ്ങനെയൊക്കെ ഇനിയും വരണം എന്നൊക്കെ ഞങ്ങളോടും പറഞ്ഞു. യാത്ര ചോദിക്കുമ്പോൾ പലരും ഞങ്ങളോട് ഞങ്ങളുടെ എന്തോ മുൻപരിചയം പോലെ കരയുന്നുണ്ടായിരുന്നു. ആ കരച്ചിലൊന്നും കണ്ടിട്ട് ഞങ്ങൾക്ക് തിരികെ പോകുമ്പോൾ ഞങ്ങളുടെ കണ്ണിൽ നിന്ന് വന്നത് കണ്ണീരാണോ എന്ന് പോലും ഞങ്ങൾക്ക് സംശയമുണ്ട് കേട്ടോ. അതിനുശേഷം എല്ലാവരോടും യാത്ര പറഞ്ഞിട്ട് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തു കേട്ടോ. ആ കാരുണ്യ ഗൈഡൻസിൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഒരുമിച്ചൊരു ഫോട്ടോ എടുത്തു. അതിനുശേഷം ഞങ്ങൾ തിരികെ പോന്നു. ഇപ്പോഴും വീട്ടിൽ വന്നിരുന്നിട്ട് ഓരോ ദിവസവും ഓരോ സെക്കൻഡും ഞങ്ങൾ അവരെ ഓർക്കാതിരിക്കുന്നില്ല. അവരെക്കുറിച്ച് മാത്രമാണ് ഞങ്ങളിങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനിയും ഒരു ചെറിയ അവസരം കിട്ടിയാൽ പോലും അങ്ങനെയുള്ളവരെ പോയി ഹെൽപ്പ് ചെയ്യണം, അവിടെ പോകണം, അവിടെ പോയി സമയം ചെലവഴിക്കണം എന്നൊക്കെ ഞങ്ങൾക്ക് ആഗ്രഹമുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ഇതാ ഞാൻ പറഞ്ഞത്, എനിക്ക് സന്തോഷവും ദുഃഖവും ഒരുമിച്ച് വന്ന ഒരു സമയമായിരുന്നു കേട്ടോ ഇത്. നിങ്ങൾക്കൊക്കെ കാണുമ്പോൾ മനസ്സിലാവും, ഈ വീഡിയോ കാണുമ്പോൾ തന്നെ മനസ്സിലാവും. അപ്പോൾ ഇത്രയേ ഉള്ളൂ. ടാറ്റാ ബൈ ബൈ, സീ യു.